കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവൻ ബേൽസെബൂൾ ആവേശിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. യേശു അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മനെതിരായ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്നവർ പറഞ്ഞതിനാലാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിനെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ഒന്നാം വായനയിൽ നാം ദാവീദ് മഹാരാജാവിൻ്റെ സംശുദ്ധ രൂപമാണ് കാണുന്നത്. തൻ്റെ ഇതാകുന്ന ജീവിതത്തിൽ എപ്രകാരമാണ് ആ 40 വർഷം ഇസ്രായേൽ ജനത്തെ ഒരു രാജാവായി ഭരിച്ചത് എന്ന്. ഒന്നാം വായനയുടെ അവസാന വാക്യം ഇപ്രകാരമാണ്: സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ 40 വർഷം ഇസ്രായേൽ ജനത്തെ ഒരു രാജാവായിട്ട് ഭരിക്കുവാനായിട്ട് ദാവീദിന് സാധിച്ചത് എന്ന്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് ജെറുസലേമിൽ നിന്ന് വരുന്ന നിയമജ്ഞരെ ഈശോ വളരെ അതികഠോരമായിട്ട് ശാസിക്കുകയാണ്. കാരണം മർക്കോസ് 3-ാം അധ്യായം നാം വായിച്ചു കേൾക്കുമ്പോൾ അതിൽ ഇപ്രകാരമാണ്: ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അടുത്തേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തുകയാണ് അവൻ്റെ വചനം ശ്രവിക്കുവാനുമായിട്ടും അതിനേക്കാളുപരി രോഗസൗഖ്യത്തിനായിട്ടും. അപ്രകാരം ആ ജനങ്ങൾ മുഴുവൻ അവൻ്റെ അടുക്കൽ വരുമ്പോൾ ഇതേ നിയമജ്ഞരും ഫരിസേയരും തന്നെ ഈശോയുടെ കുടുംബാംഗങ്ങളോട് പറയുകയാണ് അവന് ഭ്രാന്തായി എന്ന്. 3-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ. അതിനുശേഷം വരുന്ന ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത് 22 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോഴാണ് ഈശോ അവരോട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന്. വീണ്ടും വചനത്തിൽ അവസാനം നാം കേൾക്കുന്നു, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളൊന്നും തന്നെ ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നാം ചെയ്യുന്ന പാപങ്ങൾ? ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ചിന്തിക്കുവാനായിട്ട് തോന്നും. കാരണം ഈശോയ്ക്കെതിരെ പാപം ചെയ്താൽ കുഴപ്പമില്ല, കർത്താവായ ദൈവത്തിനെതിരെ പാപം ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ ഈശോ പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. എന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്ന് പറയുന്നത്? ദൂഷണം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ബ്ലാസ്ഫമി എന്ന വാക്കിൻ്റെ അർത്ഥം. അതിപ്രകാരമാണ്: അറിഞ്ഞുകൊണ്ടും ഞാൻ മറ്റൊരു വ്യക്തിയുടേതാവുന്ന സൽപ്പേരിനെതിരായിട്ട് എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ അത് ദൂഷണമാണ്. തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വ്യക്തിയുടേതാകുന്ന പേരിനെതിരായിട്ട് പറയുന്നത് എന്തും തന്നെ ദൂഷണമാണ്, അല്ലെങ്കിൽ ബ്ലാസ്ഫമിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയർ ആരാണ്? ജെറുസലേമിൽ നിന്ന് വരുന്ന ഫരിസേയർ. അവർ നിയമങ്ങൾ അരച്ച് കലക്കി കുടിച്ചവരാണ്. പഴയ നിയമം എന്താണ് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ്. ആ വ്യക്തികളാണ് ഈശോയെ കാണുമ്പോൾ ഈശോ ആരാണ് എന്നറിയാത്തത്, അവൻ ദൈവത്തിനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് തയ്യാറാവാത്തത്.
അപ്രകാരം അറിഞ്ഞുകൊണ്ട് ഈശോ നന്മ പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും അവർ ഒരു സമൂഹത്തെ മുഴുവൻ ഈശോയ്ക്കെതിരായിട്ട് തിരിക്കുവാനായിട്ട് തയ്യാറാവുന്നു. അവിടെയാണ് ഈശോ പറയുന്നത്, ഇതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത്. ദർ ഈസ് എ കോൺഷ്യൻസ് വിത്തിൻ അസ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കോൺഷ്യൻസ് ഉണ്ട്. ആ കോൺഷ്യൻസിനെതിരായിട്ട് നമ്മൾ പാപം ചെയ്തു പോകുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാകുന്നു. ഹെലൻ കെല്ലറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ധിയായ ഒരുവളായിരുന്നു. പക്ഷേ തൻ്റേതാകുന്ന വാക്കുകളോടെ ഈ ഒരു സമൂഹത്തെ മുഴുവൻ, കാലഘട്ടത്തെ മുഴുവൻ ചിന്തിപ്പിച്ച വ്യക്തിയാണ്. ഒരിക്കൽ തൻ്റേതാകുന്ന ഒരു സുഹൃത്ത് ഈ ഹെലൻ കെല്ലറുടെ ഭവനത്തിലേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോൾ ഹെലൻ കെല്ലർ ഇപ്രകാരം ചോദിക്കുന്നു, എടി, നീ വരുന്ന വഴിക്ക് ആ അരുവികൾ ശ്രദ്ധിച്ചാർന്നോ? ആ കുന്നുകൾ ശ്രദ്ധിച്ചാർന്നോ? അല്ലെങ്കിൽ ആ വരുന്ന റോഡിനരികെയുള്ള വൃക്ഷങ്ങളെല്ലാം ശ്രദ്ധിച്ചാർന്നോ എന്ന്. അപ്പോൾ ഈ സുഹൃത്ത് ഇപ്രകാരം പറയുകയാണ്, എടി ഇല്ലടി, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിൽ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് ഹെലൻ കെല്ലർ പറയുകയാണ്, പിന്നേക്ക് നിനക്കൊക്കെ എന്തിനു വേണ്ടിയാണ് ദൈവം കണ്ണ് തുറന്ന് നൽകിയിരിക്കുന്നത് എന്ന്, കാഴ്ച നൽകിയിരിക്കുന്നതെന്ന്. പലപ്പോഴും നമ്മുടേതാകുന്ന ജീവിതത്തിൽ നാം നമ്മൾക്കുള്ളതിനെ ഉപയോഗിക്കാതിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ പാപം ചെയ്തു പോകുമ്പോൾ അതെല്ലാം തന്നെ ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ ഞാൻ എൻ്റേതാകുന്ന ജീവിതത്തിൽ മറ്റൊരു വ്യക്തി നല്ലവളാണ് എന്നറിഞ്ഞിട്ടും നല്ലവനാണ് എന്നറിഞ്ഞിട്ടും അതിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ഞാൻ ചെയ്യുന്നത്. ഒരു സഹോദരി വിവാഹത്തിൻ്റേതാകുന്ന ആനിവേഴ്സറിയുടെ അന്ന്, എൻ്റെ ചേട്ടാ, നമുക്ക് ഈ കാലഘട്ടത്തെ AD യും BC യും എല്ലാം എന്ന് പറഞ്ഞ് തിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ വിവാഹത്തെയും ബിഫോർ മാരേജ് എന്നും ആഫ്റ്റർ മാരേജ് എന്നും 2 കാലഘട്ടമായി തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് നീ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളുടെ ചേട്ടൻ വിവാഹത്തിന് മുമ്പ് എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ സൗന്ദര്യം മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വിവാഹത്തിന് ശേഷം ചേട്ടൻ കാണുന്നതെല്ലാം എൻ്റെ അഴകല്ല, മറിച്ച് എൻ്റേതാകുന്ന പോരായ്മകൾ മാത്രമാണ്. പലപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ക്രിസ്തുവിനെ സ്നേഹിക്കപ്പെടുന്നവരെ, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടേതാകുന്ന കാഴ്ചകൾക്ക് എവിടേക്കോ ഒരു വിങ്ങൽ വന്നിരിക്കുന്നു. എവിടേക്കോ നമ്മളുടേതാകുന്ന ജനൽപ്പാളികളും തുടയ്ക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടേതാകുന്ന ഹൃദയത്തിൻ്റേതാകുന്ന ആ തെറ്റുകൾ ഒന്ന് തുടച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഹൃദയത്തിൽ നിന്നാണ് നമ്മളുടേതാകുന്ന ചിന്തകൾ സംസാരിക്കുന്നത്. എൻ്റേതാകുന്ന ഹൃദയം എപ്രകാരമാണോ, നന്മ പ്രവൃത്തികളുടേതാകുന്ന ചിന്തകളാണോ കയറി വരുന്നത്, അങ്ങനെയെങ്കിൽ എൻ്റേതാകുന്ന സംസാരവും അപ്രകാരമായിരിക്കും. ഇന്നു മുതൽ നമുക്ക് മറ്റുള്ളവരുടേതാകുന്ന നന്മകൾ കാണുവാനായിട്ടും അതിനെ പ്രകീർത്തിക്കുവാനായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം. ഫരിസേയരെ പോലെ കുറ്റങ്ങൾ കാണാതെ, മറിച്ച് ഈശോ എന്ന വ്യക്തിയിലുള്ള നന്മകൾ കണ്ട് ഈശോയെ അവർ പ്രകീർത്തിക്കുകയായിരുന്നെങ്കിൽ എനിക്കുറപ്പാണ്, ഈശോ ഒരിക്കലും തന്നെ ഇപ്രകാരം പറയുകയില്ല, നിങ്ങൾ നരകാഗ്നിക്ക് ഇരയാകുമെന്ന്. ക്രിസ്തുവിനെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വിശുദ്ധ ബലിയിൽ ഈ ഒരു വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദൂഷണം പറയാതെ നന്മകൾ പറയുന്ന ഒരു അധരത്തെ, നന്മകൾ മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സിനെ എനിക്ക് നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. ആമേൻ.